ഹായ്. ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ളോഗ് കാണാം. രാവിലെ എണീറ്റ വഴി ഞങ്ങൾ ഇപ്പം ചായയല്ല കുടിക്കുക. ചൂടുവെള്ളത്തിൽ ഞാൻ പെരുംജീരകം, ജീരകം, ഉലുവ, മല്ലി, പിന്നെ അയമോദകമൊക്കെ പൊടിച്ചിട്ട് അത് ഒരു സ്പൂൺ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് കുടിക്കാറ്. അത് ബ്ലോട്ടിങ്ങിനും ഗ്യാസ് പ്രോബ്ലംസിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടു. അപ്പം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അതാണ് ഇപ്പം ഞങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത്. അതിനുശേഷം ആണ് എൻ്റെ ബാക്കി പണികളിലേക്ക് കിടക്കുക. ഇന്ന് ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയുടെ പ്രിപ്പറേഷനിലാണ്. ചപ്പാത്തിക്ക് കറിയായിട്ട് മഷ്റൂം റോസ്റ്റാണ് കൊടുത്തയക്കേണ്ടത്. ചപ്പാത്തി ഞാൻ ഇന്നലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പരത്തിയാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കറിക്ക് അരിഞ്ഞ് വയ്ക്കും. കറി ഉണ്ടാക്കണം. കറി സിമ്പിളാണ്. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പിന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ടു, ഉപ്പിട്ട് വഴറ്റി. പിന്നെ ഒന്ന് മൂത്ത് വരുമ്പം പൊടികളൊക്കെ ഇട്ടു. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇതിട്ട് നല്ലോണം വഴറ്റി. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇട്ടു. ടൊമാറ്റോ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതൊന്ന് ഉടഞ്ഞു വരുമ്പം ഞാൻ പിന്നെ മഷ്റൂം ആഡ് ചെയ്തു. ഞാനൊരു 4-5 മഷ്റൂം എടുത്തിട്ടുള്ളൂ. ഹസ്ബൻഡിന് മാത്രമായിട്ട് ഉണ്ടാക്കണേ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് അതിൽ നിന്ന് തന്നെ മഷ്റൂം തന്നെ ഇറങ്ങി വരുന്ന വെള്ളമാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു. എല്ലാം കൂടെ മിക്സായി വഴഞ്ഞു വന്നപ്പം ലാസ്റ്റ് മല്ലിയിലയും ചേർത്തു. അങ്ങനെ അത് ടിഫിൻ ബോക്സിലേക്ക് വെച്ചു, കറിപ്പാത്രത്തിലേക്ക് വെച്ചു. ചപ്പാത്തി ഞാൻ ഫോയിലാണ് പൊതിഞ്ഞിരിക്കുന്നത്, ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞാണ് കൊടുത്തത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ്. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ദോശയുടെ കളറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനതിൽ റാഗിയും കൂടെ ചേർത്തിട്ടുണ്ട്. അരി ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചിട്ട് അതിൽ കുറച്ച് റാഗിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതന്നെ ഇങ്ങനത്തെ കളറ് വരുന്നത്. അപ്പം ദോശയും നാളികേര ചട്നിയും കൂടിയാണ് ഇന്ന് സെർവ് ചെയ്യുന്നത് രാവിലെ. ഇപ്പം മക്കൾക്ക് എന്തായാലും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് മക്കളെ പറഞ്ഞേക്കേണ്ട ഹരിബറി ഇല്ല. അതുകൊണ്ട് അത് സുഖമാണ്. മോൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. 7:30 ആകുമ്പോഴേക്കും മോളെ റെഡിയാക്കണം. ചെറിയ ആൾക്ക് തുടങ്ങിയിട്ടില്ല. അതിപ്പം മറ്റന്നാൾ തേഴ്സ്ഡേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം രണ്ടാളെയും കൂടെ എന്താവും എന്നറിയില്ല, കണ്ടറിയാം. അങ്ങനെ ഹസ്ബൻഡിന് ഫുഡ് സെർവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.